വ്യക്തികളുടെ മാനസികാരോഗ്യം എന്ന നിലയ്ക്കല്ല, പകരം ഒരു സാമൂഹിക വിപത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മാനസികാരോഗ്യ നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്നതിലേക്കുള്ള ഒരു ആത്മപരിശോധന നടത്താം എന്ന രീതിയിൽ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്. അതിന് പറ്റിയ ആളുകളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ശ്രീ ഹേമചന്ദ്രൻ സാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ സിനിമയുടെയും ഒക്കെ സ്വാധീനം നമ്മുടെ ആരോഗ്യ നിലവാരത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് OK ജോണി സാറിൽ നിന്ന് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കുമാർ സാറിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യം ശ്രീ ഹേമചന്ദ്രൻ IPSനോടാണ്. നമ്മുടെ കേരളീയ സമൂഹം എന്ന് പറയുന്നത് സാക്ഷരത അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാരം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നിവയിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിലുള്ള ഒരു അതിർവരമ്പ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ നേർത്ത് വരുന്നുണ്ട്. ഇപ്പം നന്തൻകോട് കേസ് നോക്കുകയാണെങ്കിൽ, കേടൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടുകാരൊക്കെയാണ് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കത്തിച്ചു കൊന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലന്തൂർ നരബലി കേസ്, ജാതീയമായ വിവേചനങ്ങളും അതിൻ്റെ പേരിൽ നടപാടിയിരുന്ന ക്രൂരതകളും ഒക്കെ ഉണ്ടായിരുന്നൊരു സമൂഹത്തിൽ നിന്ന് കേരളം മുന്നോട്ട് നീങ്ങിയത് വളരെ സജീവമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയാണ്. ധാരാളം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരായ പല വ്യക്തികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതിനു മുൻപ് ചാവറാച്ചൻ തുടങ്ങി ധാരാളം ആളുകളുടെ ശാശ്വതമായ സംഭാവനകൾ, സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അതിനുശേഷം സ്വാതന്ത്ര്യം, നമുക്ക് ഭരണഘടന വിഭാവന ചെയ്യുന്ന കുറേ മൂല്യങ്ങൾ, അങ്ങനെയൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിലീന ഉന്നയിച്ചതുപോലെ നമ്മൾ അന്ധകാരത്തിലും അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലുമൊക്കെ ആഴ്ന്നു പോയോ എന്ന ചോദ്യം ഉയരുന്നത്. പലപ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഇത്തരം പ്രവണതകൾ വളർന്നു വരുമ്പോൾ അത് പൊതുസമൂഹത്തിൻ്റെ കാര്യമായ ശ്രദ്ധയിൽ വരുന്നത് വലിയ കുറ്റകൃത്യങ്ങളിലൂടെയാണ്. സമൂഹത്തിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടാകും. അതൊരു ശാന്തമായൊരു ജലാശയത്തിൻ്റെ മുകൾ തലം പോലെ സമൂഹം ഒരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. പക്ഷേ അടിത്തട്ടിലുള്ള ഈ പ്രവണതകൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇലന്തൂരിലെ ആ നരഹത്യ എന്ന് പറയുന്ന സംഭവം, അതുണ്ടായപ്പോഴാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ വേരുകൾ കേരളത്തിൽ എത്രത്തോളം ആഴ്ന്നു കിടക്കുന്നു, എത്രത്തോളം അത് കേരളീയ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ എല്ലാ കാലത്തും ഏറിയും കുറഞ്ഞുമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു, നിലനിന്നിട്ടുണ്ട്, നിലനിൽക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ അന്ധവിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകൾ, അത് അപകടകരമായ ഒരു അവസ്ഥ കൈവരിക്കുന്നതിന്, അതിന് അനുകൂലമായ ഒരു സാഹചര്യം സമൂഹത്തിലുണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റും ധാരാളം രോഗാണുക്കളുണ്ട്. ഈ രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന ശേഷി ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനിലുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ചെറുക്കുന്നത്. അതുപോലെ സമൂഹത്തിൻ്റെ പ്രതിരോധം ഇത്തരത്തിലുള്ള ഈ അനാചാരങ്ങൾക്കെതിരെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ ഈ നരഹത്യ സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ധവിശ്വാസം അവിടെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ നരഹത്യയിലേക്ക് നയിച്ചാൽ, അല്ലെങ്കിൽ അത്തരം രീതികളിലേക്ക് പോയാൽ, അല്ലെങ്കിൽ പോകണമെന്ന ആ വഴി തേടി എത്തുന്നത് എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ എത്രയും പെട്ടെന്ന് അതിവേഗം സമ്പന്നനാകുവാനുള്ള, സമ്പത്തിനോടുള്ള ആർത്തി, എങ്ങനെയും ഏത് വഴിയിലൂടെയും എത്രയും വേഗം സമ്പത്ത് വാരിക്കൂട്ടണമെന്നുള്ള ഒരു മനോഭാവം, മനോഗതി
നമ്മുടെ സമൂഹത്തിൽ ശക്തമായി വളർന്നു വരുന്നുണ്ട്. അവിടെ മാർഗവും ധാർമ്മികതയും ഒന്നും ഒരു വിഷയമല്ല. ഏത് രീതിയിലും സമ്പന്നനാകണം. അതിലേക്ക് പോയ ആ കുടുംബാംഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ ഏതാണ്ട് സാമാന്യ മധ്യവർഗ പശ്ചാത്തലമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ദുഷ്പ്രവണത വളർന്നു വരുമ്പോഴാണ് ഏതു നിലയിലും എനിക്ക് സമ്പത്ത് ആർജിക്കണം, അത് മാർഗം പ്രശ്നമല്ല എന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇതുപോലുള്ള ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അവിടെ കടന്നു ചെല്ലാൻ കഴിയുന്നത്. ഇത് ഈ ഫലഭൂയിഷ്ടമായ മണ്ണിൽ വീഴുന്ന വിത്തുകൾ അവിടെ മുളയ്ക്കും വളരും എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത വളർന്നു വരുമ്പോൾ ആ പ്രവണതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അന്ധവിശ്വാസം അപകടകരമായ തലത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അണ്ടർലയിങ് ആയിട്ടുള്ള ആ ദുഷ്പ്രവണതകളെയും അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരെയുള്ള ഒരു ബില്ലിനെ കുറിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് ചർച്ച ചെയ്തിരുന്നു. അതിന് ഒരു ഡിറ്ററൻറ്റ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനൊരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്? അത് കൊണ്ടുവന്നാൽ തന്നെ ഒരുവിധം നമുക്കതിനെ നേരിടാം എന്നാണോ സാർ കരുതുന്നത്? ഈ സമീപകാലത്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരായ നിയമനിർമ്മാണത്തിനുള്ള ആവശ്യം ശക്തമായി മുന്നോട്ട് വന്നു. അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ സമീപകാല പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ 2013 ഓഗസ്റ്റിൽ നരേന്ദ്ര ദാബോൽക്കർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, റാഷണലിസ്റ്റ്, യുക്തിവാദിയായിരുന്നു, അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ധാരാളം പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി മഹാരാഷ്ട്രയിൽ മൂവ്മെൻറ്റ് നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. 2013 ഓഗസ്റ്റ് 20 ആ സംഭവം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ ഇത് വലിയ പ്രക്ഷോഭമായി വന്നു. 2-3 ആഴ്ചയ്ക്കകം അവിടെ ഒരു നിയമനിർമ്മാണം നടത്തി. ആ ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായ നിയമനിർമ്മാണം എന്നൊരാശയം ഉയർന്നു വന്നു. കേരളത്തിലും ആ സമയത്ത് ഈ നമുക്ക് നരഹത്യയൊന്നും നടന്നില്ലെങ്കിലും കേരളത്തിലും ഈ അന്ധവിശ്വാസം പല രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപകടകരമായ നിലയിൽ. ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ കുറുക്കു വഴിയിൽ സമ്പന്നനാകുവാനുള്ള ആളുകൾ, ആ വഴി തേടി പോകുന്ന ആളുകൾ. 2, ഈ പല രോഗങ്ങളും, മാറാരോഗങ്ങളെന്ന് കരുതുന്ന അത് ബാധിച്ചവർ അതിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടി അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയി അത് വലിയ ചൂഷണങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ലൈംഗിക ചൂഷണം, ഈ മന്ത്രവാദ ചികിത്സയുടെ ഫലമായി ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഈ 2013 കാലഘട്ടത്തിൽ തന്നെ ഞാൻ പരിശോധിക്കുമ്പോൾ, അക്കാലത്ത് ഞാൻ സർവീസിലുണ്ട്, ഞാൻ ഇൻ്റലിജൻസിൽ ജോലി ചെയ്യുന്ന സന്ദർഭമാണ്. കേരളത്തിൽ തന്നെ മനുഷ്യജീവൻ നഷ്ടപ്പെട്ട 3 സംഭവങ്ങൾ, ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയ സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ പൊതു അന്തരീക്ഷത്തിൽ ഇതിനെതിരായ ഒരു നിയമനിർമ്മാണത്തിലേക്ക് ചില കാൽവയ്പ്പുകൾ വച്ചത്. ഒരു ഡ്രാഫ്റ്റ് അന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചില ജൂനിയർ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി പ്രിപ്പയർ ചെയ്തു. അന്നത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നിവേദിത ഹരനും അതിനോട് അനുകൂലമായ നിലപാടായിരുന്നു. അത് സർക്കാരിൽ കൊടുത്തു. അന്ന് നിയമസഭയിൽ അത് വച്ചു, ചർച്ചയായി. പക്ഷേ പിന്നീട് അത് മുന്നോട്ട് പോയില്ല. അതിനുശേഷം ഈ ഇലന്തൂരിലെ നരഹത്യ വന്നപ്പോഴും നമ്മുടെ പ്രധാന പത്രങ്ങളെല്ലാം മുഖപ്രസംഗം എഴുതി നമുക്ക് ഇതിലൊരു നിയമത്തിന് വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിൽ ഈ നിയമം വന്നിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ നരഹത്യ ഉണ്ടായ സന്ദർഭത്തിലും ഈ നിയമം വരണം. ഈ നിയമം വന്നാൽ ഇത് നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റായ ധാരണയ്ക്ക് വിധേയമായി നിൽക്കുന്നു എന്നത് മാത്രമല്ല, ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ വലിയ ചൂഷണം നടക്കുന്നുണ്ട്. നരഹത്യ, ലൈംഗിക പീഡനം തുടങ്ങി വലിയ ചൂഷണം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത് സാധിച്ചു തരാമെന്ന വാഗ്ദാനം നൽകി മനുഷ്യനെ കടുത്ത ചൂഷണത്തിന് വിധേയമാക്കുന്ന അവസ്ഥയ്ക്കെതിരെ നിയമപരമായ പ്രതിരോധം സാധ്യമാണ്. ധാരാളം കാര്യങ്ങൾ നമ്മൾ സാമൂഹ്യ ബോധം സൃഷ്ടിക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
ആർക്കും ഈ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത് പ്രചരിപ്പിക്കുവാനുള്ള അവസരമുണ്ട്. അവർ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അതിസമ്പന്നത, അതിഭൗതികതയിൽ ആകൃഷ്ടരായ മനുഷ്യരുടെ അതിലൊക്കെ സിനിമയ്ക്കും കൂടി പങ്കുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നത് ഓക്കെ ജോണി സാറിനോട് ചോദിക്കാമെന്ന് കരുതുന്നു. ഈ പ്രേക്ഷകരുടെ സഫലീകരിക്കാത്ത ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നതുകൂടി സിനിമ ചെയ്യുന്നുണ്ടെന്ന് സാറ് താങ്കളൊരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വന്ന അനിമൽ പോലുള്ള വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള പല സിനിമകളുണ്ട്. അത്തരത്തിൽ സ്ത്രീവിരുദ്ധമായ വായനകളും വന്നിട്ടുണ്ട്. ഈ സിനിമകൾ എന്ന് പറയുന്നത് ആളുകളെയാണോ സ്വാധീനിക്കുന്നത്, അതോ നമ്മുടെ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള സമൂഹ വിരുദ്ധരായിട്ടുള്ള സ്ത്രീവിരുദ്ധരായിട്ടുള്ള മനുഷ്യരെ സിനിമ പകർത്തുകയാണോ ചെയ്തിട്ടുള്ളത്? എനിക്കൊരു ജനറലായിട്ടും കൂടി സാറിന് സംസാരിക്കാൻ തോന്നുന്നു. ശ്രീ ഹേമചന്ദ്രൻ ആമുഖമായി പറഞ്ഞതുപോലെ കേരളം ഒരു പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആധുനിക പരിഷ്കൃത ജനാധിപത്യ സമൂഹമായി കേരളത്തെ വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു ഭാഷാ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള ഒരുപാട് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ സമീപകാലത്തായി നമ്മൾ കാണുന്നത്, നമ്മൾ ആർജിച്ചുവെന്ന് നമ്മൾ കരുതിയ എല്ലാ പുതിയ മാനവിക മൂല്യങ്ങളെയും സമത്വബോധത്തെയും ശാസ്ത്രബോധത്തെയും എല്ലാം തിരസ്കരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ ചർച്ചയുടെ വിഷയം മനോനില തെറ്റിയ മലയാളി എന്നല്ല, മനോനില തെറ്റിയ ആൾക്കൂട്ടങ്ങളുടെ ഉന്മാദത്തെ ഒരു ഫാഷിസത്തിന് വളരാനുള്ള ഒരു വളക്കൂറുള്ള മണ്ണ് അതാണ്. ഉന്മാദികളായിട്ടുള്ള സമനില തെറ്റിയ യുക്തിബോധമില്ലാത്ത സമചിത്തതയില്ലാത്ത ആൾക്കൂട്ടങ്ങളെ പരസ്പര വൈരികളായി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഫാഷിസത്തിൻ്റെ ഒരു രീതിയാണത്. വാസ്തവത്തിൽ ആളുകളുടെ മനോനില തെറ്റിക്കുകയും ഉന്മാദികളുടെ ഒരു സമൂഹമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാനുമുള്ള അത് ഒരു ദേശീയ നയവും ഒരു ദേശീയ ലക്ഷ്യവുമായി കാണുന്ന ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഗുജറാത്തിലെ കലാപം, ഇതെല്ലാം മനോനില തെറ്റിയിട്ടുള്ള സംഗതികളാണ്. മതത്തിൻ്റെ, ജാതിയുടെ, വർഗീയതയുടെ ഒക്കെ പേരിൽ ആളുകളുടെ ഉന്മാദത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവരുടെ യുക്തിബോധത്തെ നിരാകരിച്ചുകൊണ്ട് അവരെ ഉന്മാദികളാക്കുന്ന ഒരു പ്രവണത ബോധപൂർവം തന്നെ നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നടക്കുന്നുണ്ട്. നിലീന ചോദിച്ചതുപോലെ സിനിമയിലും നാടകത്തിലും സാഹിത്യത്തിലും എല്ലാം ഇതുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തെ നമ്മുടെ രാജ്യം നേരിടുന്ന, മലയാളി സമൂഹം മാത്രമല്ല നമ്മുടെ രാജ്യം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് യുക്തിചിന്തയുടെയും സമത്വബോധത്തിൻ്റെയും സമ്പൂർണമായ നിരാകരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് സാമാന്യവൽക്കരിക്കപ്പെടുകയും അതൊരു സാധാരണ സംഗതിയാണെന്ന് കരുതി അതിന് പരോക്ഷ സാധൂകരണം നൽകാനുമുള്ള സംഗതികൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് മലയാളികളെക്കുറിച്ചുള്ള ചോദ്യമായതുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മണിപ്പൂരിലെ തീ അണഞ്ഞിട്ടില്ല. സ്ത്രീകൾ, പ്രത്യേക വംശത്തിൽപ്പെട്ടവർ ഒക്കെ നടക്കുന്ന വലിയ വംശീയ കലാപം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി ദവായറൊക്കെ പോലുള്ള ചില സമാന്തര ഡിജിറ്റൽ മീഡിയയിൽ മാത്രമാണ് അതിൻ്റെ സൂക്ഷ്മ വിവരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു സ്ത്രീയെ സമ്പൂർണ്ണ നഗ്നയാക്കി പരേഡ് ചെയ്യിച്ച ഒരു പടം അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചപ്പോൾ മാത്രമാണ് ആ സംസ്ഥാനത്ത് അങ്ങനെ ഒരു വംശീയ കലാപം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ പത്രങ്ങൾ പോലും വളരെ ചെറുതായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ നടക്കുന്ന വംശീയ കലാപത്തിനെതിരെ നടപടികൾ സ്വീകരിക്കാതെ അവിടെ ആ കലാപം അടിച്ചമർത്താൻ ബാധ്യതപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി, സ്ത്രീകളും
ഈ മറ്റ് അന്യവിഭാഗങ്ങൾ തമ്മിലുള്ള ഈ കലാപവും അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് പകരം അവിടെ ഏറ്റവും അധികം കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് സ്ത്രീകളാണെന്ന് നമ്മുടെ തന്നെ സഹപ്രവർത്തകരും പരിചയക്കാരുമായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് നമുക്കറിയാം. ഈ സ്ത്രീകൾ അവിടെ പീഡിപ്പിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിന് മൗനം കൊണ്ട് പരോക്ഷമായി അനുവാദം നൽകിയ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിൻ്റെ തലവൻ കേരളം പോലെ സമ്പൂർണ്ണ സാക്ഷരമെന്നും സ്ത്രീകൾ താരതമ്യേന സുരക്ഷിതരെന്നും കരുതപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് നാരീശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കൈയടിക്കുന്ന സദസ്സുകളെയും ആൾക്കൂട്ടങ്ങളെയും വിശേഷിച്ചും അതിലെ സ്ത്രീകളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഭയം തോന്നുകയാണ്. കാരണം നിങ്ങൾ പറഞ്ഞ ഈ സമനില തെറ്റുന്നത് ഏതെങ്കിലും സിനിമയിലെ സംഘടന രംഗം കണ്ടിട്ടൊന്നും അതുകൊണ്ട് മാത്രം വിലയിരുത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന അനീതികളെ ജാതി മത വർഗീയ താല്പര്യങ്ങളോടെ സങ്കുചിതമായി കാണുകയും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കേരളത്തിൽ പോലും ഹേമചന്ദ്രൻ സാറ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമൂഹം കേരളത്തിൽ അതിവേഗം അക്രമാസക്തമായി ഹിംസാത്മകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്കൂളിൻ്റെ പടി കാണാൻ പോലും സാമ്പത്തികമായ ഭൗതിക സൗകര്യങ്ങളില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾ, ആ കുടുംബങ്ങളുടെ പോലും ബലത്തിൻ്റെ ബലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിലെമ്പാടും പൊതുവിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. സെക്യുലർ എഡ്യൂക്കേഷൻ. ഈ സെക്യുലർ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ചരിത്രം പഠിക്കുന്നു, ഇപ്പോൾ അത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു, ഓക്കെ. പക്ഷേ എന്നാലും നമ്മുടെ സെക്യുലർ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ ഏതെങ്കിലും എടുത്താൽ നമ്മുടെ സെക്യുലർ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം വളരെ മികച്ചതും മനുഷ്യരെ ജനാധിപത്യ ബോധമുള്ളവരാക്കാനും സാക്ഷരരാക്കാനും പറ്റുന്നത്. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ ഈ സെക്യുലർ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികളെ ഈ റിലീജിയസ് എഡ്യൂക്കേഷൻ മതപഠനത്തിനായി അയക്കുന്നു. കുരുന്നു പ്രായത്തിൽ തന്നെ മദ്രസകളിൽ, RSSൻ്റെ ശാഖകളിൽ, സൺഡേ സ്കൂളുകളിൽ, കരിസ്മാറ്റിക് യോഗങ്ങളിൽ, ഇവിടെയെല്ലാം എന്താണ് നടക്കുന്നതെന്ന് വല്ലപ്പോഴും ലീക്ക് ചെയ്യപ്പെടുന്ന ചില വീഡിയോകളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. മൊല്ലാക്കമാരും പാസ്റ്റർമാരും പുരോഹിതന്മാരും സന്യാസിമാരും പറയുന്ന സംഗതികൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവും സമൂഹവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കുടുംബങ്ങൾ എന്താണ്? കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളുടെ ധാരണ ഇവരെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയാണ് മതപഠനം. മതങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദ മത്സരത്തിലൂടെയാണ് മനുഷ്യരെ ഉന്മാദികളാക്കുന്നത്. മലയാളികൾ ഉന്മാദികളും സമനില തെറ്റിയവരും ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സെക്കുലർ വിദ്യാഭ്യാസം കരിയർ ബിൽഡപ്പ് ചെയ്യാനും സോഷ്യൽ സ്റ്റാറ്റസിനും വേണ്ടി മാത്രമായി മാറ്റിവെക്കുകയും റിലീജിയസ് എഡ്യൂക്കേഷൻ ഒരു സമൂഹത്തിലെ അവരുടെ വ്യവഹാരങ്ങളിലെല്ലാം ഈ മതബോധം വളരുകയും ചെയ്യുന്നു. മതബോധത്തിൽ നിന്ന് മതഭ്രാന്തിലേക്കും മതഭ്രാന്തിൽ നിന്ന് വർഗീയതയിലേക്കും അകലങ്ങളേയില്ല. എനിക്ക് തോന്നുന്നു സാറ് പറയാൻ ശ്രമിക്കുന്നത് ഈ ചരിത്രബോധമില്ലായ്മ ശാസ്ത്രബോധമില്ലായ്മയൊക്കെ മനോനില തെറ്റുന്നതും ഫാസിസവും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞത് വ്യക്തമാണ്. ഇനി അടുത്ത ഡോക്ടർ കെ കുമാർ സാറിനോടാണ് ചോദിക്കാനുള്ളത്. അതായത് നമ്മുടെ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ ഈ ഇതിൻ്റെ തലക്കെട്ട് തന്നെ മനോനില തെറ്റുന്ന മലയാളി എന്നാണ്. ശരിക്കും മലയാളികളുടെ മനോനില തെറ്റിയിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ ഒരു ക്യൂർ വിരുദ്ധത അല്ലെങ്കിൽ ജെൻഡർ വിരുദ്ധത ഇതൊക്കെ ഉൾപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും പുരോഗമന വിരുദ്ധതയുടെ എല്ലാം ഒരു കോമൺ ഘടകം എന്താണ്? നമ്മുടെ പാട്രിയാർക്കലായിട്ടുള്ള ഈ കുടുംബ വ്യവസ്ഥിതിയാണോ, അതോ നേരത്തെ പറഞ്ഞതുപോലെ ജോണി സാറ് പറഞ്ഞതുപോലെ ശാസ്ത്രബോധമില്ലായ്മയും ചരിത്രബോധമില്ലായ്മയും ഒക്കെയാണ്? എന്താണ് ഇതിനെയൊക്കെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു കോമൺ ഘടകം എന്ന് പറയുന്നത്? ആദ്യമായിട്ട് സാധാരണ ഇത്തരം സംവാദ സീരീസൊക്കെ വരുമ്പോൾ ഏറ്റവും അവസാനത്തെ സെഷനാണ് സൈക്കാട്രിസ്റ്റുകൾക്ക് കിട്ടാറുള്ളത്. ഞങ്ങളുടെ മെഡിക്കൽ കോൺഫറൻസിൽ പോലും അവർ സെഷൻസ് കം ദി ലാസ്റ്റ്. ഇവിടെ അങ്ങനെയല്ല. ഉദ്ഘാടന ദിവസം തന്നെ മനോഹരമായ ഒരു മരത്തിൻ്റെ തണലിൽ ഒരുവിധം വെയിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം എല്ലാം കിട്ടിയ ഒരു നല്ല അന്തരീക്ഷത്തിൽ അതിന് മാതൃഭൂമിയോടും ഇതിൻ്റെ സംഘാടകരോടും എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇറ്റ്സ് സംതിങ് വെയർ
people listen to some messages from individuals like us who are basically dealing with the most deprived and most harassed and most neglected people. ഞാൻ എൻ്റെ രോഗികളെ പറ്റി പറയുകയാണ് കേട്ടോ. മറ്റുള്ളവർക്കെല്ലാം രോഗത്തിൻ്റെ വേദനയും ലക്ഷണങ്ങളുമേ ഉള്ളൂ. ഞങ്ങളെ രോഗികൾക്ക് അതിനോടൊപ്പം സമൂഹത്തിൻ്റെ തിരസ്കരണവും എല്ലാ തരത്തിലുള്ള അപമാനം, കളങ്കം ഇതെല്ലാം ഉള്ളവരാണ്. അപ്പോൾ അതിൽ ഡീൽ ചെയ്യുന്ന സൈക്കാട്രിസ്റ്റുകൾ ഏതാണ്ട് അതുപോലെയാണ് കേട്ടോ. പക്ഷേ അങ്ങനെയുള്ള ഒരുത്തനെ പിടിച്ച് ഇവിടെ ഇരുത്തിയത് വലിയൊരു സന്തോഷം തരുന്നു. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഒന്ന് ഈ ഹേമേന്ദ്രൻ സാറിൻ്റെ പറഞ്ഞതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ ആക്ച്വലി നിലീനെ ഞാൻ വിളിച്ചു. കാരണം ഇത് എന്താണ് ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് അറിയാൻ വേണ്ടി ഐ കളക്റ്റഡ് ഹെർ നമ്പർ ആൻഡ് കോൾ ഹെർ, ദെൻ ഐ കോൺടാക്റ്റഡ് ഹേമേന്ദ്രൻ സാർ ഓൾസോ. സാറ് പറഞ്ഞു നമുക്കിത് പറഞ്ഞ് അതങ്ങ് ശരിയാവും എന്ന് പറഞ്ഞു. നിലീനെ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ പറഞ്ഞു. ഈ പറഞ്ഞ് ശരിയാകും എന്നുള്ള ആ വിശ്വാസമാണ് വാസ്തവത്തിൽ നമ്മളെയൊക്കെ മുന്നോട്ട് നടത്തുന്നത്. എന്തും പറഞ്ഞു വരുമ്പോൾ അൾട്ടിമേറ്റ്ലി വി ഗെറ്റ് ഒരു ബാലൻസ്, ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഈ സംവാദങ്ങൾക്കെല്ലാം ഉള്ളത്. കാര്യം ഒരുപാട് പ്രശ്നങ്ങളുള്ള സമൂഹം, അന്ധവിശ്വാസത്തിൽ തകർന്നടിയുന്ന ഒരു സമൂഹം, ഇതൊക്കെ നമ്മൾ കുറേ പേര് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മെസ്സേജ് നമ്മുടെ കുടുംബത്തിനുള്ളിലും നമ്മുടെ സാമൂഹ്യ പരിസരത്തും പ്രസരിക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും അല്ലേ? അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അതിനാശിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ കുറ്റകൃത്യങ്ങളും സാറ് പറഞ്ഞു, ഈ ഡെൻസായിട്ടുള്ള ക്രൈംസ് മാത്രമല്ല, അതിന് പശ്ചാത്തലം ഒരുക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. അത് എല്ലാ കാലത്തും സാമൂഹ്യ ജീവിതത്തിലുണ്ടായിരുന്നു. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഘടനയിൽ തന്നെയുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുവിധം നല്ലവർ വായിക്കുന്നവരായിരിക്കും. അറിയാമല്ലോ, ഫ്രോയിഡ് കഴിഞ്ഞ് വന്ന യുങ്ങിനെ പറ്റി അറിയാമല്ലോ, ആർക്കിടൈപ്സിനെ പറ്റി പറഞ്ഞ യുങ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് പലതും കാണുന്നുണ്ട്. അത് മുഴുവൻ ഒരാൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇവന്മാരെല്ലാം ജയിലിനകത്തായിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ പല രീതിയിൽ നിയമത്തിൻ്റെ നിഷ്ഠകളോടും നിയന്ത്രണങ്ങളോടും എല്ലാം മറികടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്കാരത്തിൻ്റെ ഒരു വികാസത്തിൻ്റെ ഭാഗമായിട്ട് അതിനെയൊക്കെ മാറ്റാൻ നമ്മൾ ശീലിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എവരി പേഴ്സൺ ഹു ഡസ് എ ക്രൈം ഈസ് മെൻ്റലി അൺസൗണ്ട് എന്ന് പറയേണ്ടി വരും. അതല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ തന്നെ ഈ മെൻസ്ത്രീയ നിങ്ങൾക്കറിയാം, കുറ്റകൃത്യങ്ങളുടെ മാനസിക പശ്ചാത്തലം എന്ത് കോടതിയിലോ നിയമത്തിലോ ഉള്ള എല്ലാ കുറ്റത്തിൻ്റെയും പശ്ചാത്തലമായിട്ട് മനസ്സിലെ ഒരു കുറ്റമുണ്ട്, മനസ്സിലെ കുറ്റം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാലേ മനസ്സിൻ്റെ കുറ്റം, അതായത് മെൻസ്ത്രീയ ആൻഡ് ആക്ടസ്ത്രീയ, കുറ്റകരമായ ആക്ഷൻ, ഇത് രണ്ടും കൂടെ ചേർന്നാൽ നമുക്ക് നിയമപരമായിട്ട് കുറ്റകൃത്യങ്ങളിൽ നമ്മൾ കുറ്റവാളിയാകുന്നുള്ളൂ. അങ്ങനെ മനസ്സിൻ്റെ കുറ്റങ്ങൾക്ക് ചെറിയ ഇളവുണ്ട്. പക്ഷേ സമൂഹത്തിൽ സംഘർഷം വരുന്ന സാഹചര്യങ്ങളിൽ, സമൂഹത്തിൽ അസ്ഥിരത വരുന്ന സാഹചര്യങ്ങളിൽ, സമൂഹം വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ട കുറുക്ക് വഴികൾ തേടിയെടുക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ ചെറിയ മാർജിൻ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അത് ഒരു ചിന്തയുടെ ഭാഗമായിട്ടോ സംഘടനയുടെ ഭാഗമായിട്ടോ അല്ലാതുള്ള ഒരു പെട്ടെന്ന് കിട്ടാവുന്ന നേട്ടത്തിനെ പറ്റിയുള്ള അഭിലാഷത്തിൻ്റെ ഭാഗമായിട്ടോ സംഭവിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നു. അന്ധവിശ്വാസങ്ങൾ അനുഷ്ഠിതമാകാം, മതാതീതവുമാകാം, മതവിരുദ്ധതയുടെ പേരിൽ പ്രകടിപ്പിക്കുന്ന ചില കടുത്ത, അതായത് ക്വസ്റ്റ്യൻ ചെയ്യാതെ വിശ്വസിക്കപ്പെടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ചില നേട്ടങ്ങൾ, അത് വ്യക്തിപരമായ നേട്ടങ്ങളാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് ഒരു വിധേയത്വമാണ്. ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് എൻ്റെ സുഹൃത്ത് സുരേഷ് കുമാർ ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു മാസികയുടെ ഇതിൻ്റെ പാർട്ടായിട്ട് പറഞ്ഞു മാറുന്ന മലയാളി മനസ്സിനെ പറ്റി. ഞാൻ ഒരു ചെറിയ അന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ പല ഇതിൽ വരുന്നത് വളരെ കടുത്ത ഒരു വിധേയത്വത്തിൻ്റെ ഒരു അന്തരീക്ഷം മലയാളിയുടെ മനസ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് പലതിൻ്റെ പേരിലാണ്. അത് ചിലത് നമ്മൾ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നു, ചിലതിനെ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഒന്ന്
ഈ അന്ധവിശ്വാസം. പക്ഷേ ഇതിൻ്റെ ടെസ്റ്റ് എന്താണ്? ഇത് സാധാരണ സംസ്കാര സമ്പന്നമായ ഒരു ജീവിതത്തിൻ്റെ നിഷ്ഠകളെ അതിലംഘിക്കുമ്പോഴും മറ്റു മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുമ്പോഴുമാണ് അതൊരു നിയമത്തിൻ്റെ വഴിയിൽ വരേണ്ടത്. അതാണ് ഈ നിയമങ്ങൾ 5-8 സംസ്ഥാനങ്ങളിൽ വന്നത്. ഈ എലന്തൂർ കഴിഞ്ഞ് ഞാനും ഒരു അപേക്ഷയൊക്കെ എഴുതി കൊടുത്തു. ഇതുപോലുള്ള ഒരുപാട് ഞങ്ങളുടെ രോഗികളാണ് ഏറ്റവും അധികം ഈ വഞ്ചിക്കപ്പെടുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നതും. അവരും അവരുടെ ഫാമിലിയുമാണ്. കാര്യം ഇവന്മാരെ ഒരിടത്തും പോയി ചികിത്സിക്കാൻ ആളുകൾക്ക് ഇഷ്ടമല്ല, ഞങ്ങളുടെ സൈക്കോട്ടിക്സിനെയൊക്കെ. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സൂത്ര ചികിത്സ കിട്ടുകയാണെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക. അതിൻ്റെ പാട്ടായിട്ടൊരു ചെറിയ നരബലിയൊക്കെ ആണെങ്കിലും ആകാമെന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവർ പേഷ്യൻസ് സഫർ. അപ്പോൾ അതിനെതിരായിട്ടൊരു നിയമനിർമ്മാണം ആലോചിച്ചൂടെ എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ചീഫ് സെക്രട്ടറിക്കും നമ്മുടെ ആരോഗ്യ സെക്രട്ടറിക്കും നിയമ സെക്രട്ടറിക്കും എനിക്ക് ഒരു മറ്റേ അക്നോളജ്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ തോട്ട്ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നത് കുടുംബാംഗങ്ങൾ, മാനസിക രോഗികളുടെ കുടുംബാംഗങ്ങളാണ്. ബിക്കോസ് ഈ കുറ്റകൃത്യങ്ങളുടെ ഇരകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എലന്തൂറിലും ഒക്കെ ഉള്ള അവർക്ക് മാനസിക, ഇവിടെ നന്തൻകോട്ട പയ്യനെ അറിയാമല്ലോ, ഒരു കേസുണ്ടായത്. അതൊരു ഭീകരമായ ഒരു സംഭവമാണ്, ഒരു ഡെല്യൂഷനായിരുന്നു. അതെ കേതൻ ഈ ആസ്ട്രൽ മെസ്സേജ് കിട്ടി കൊന്നുകളഞ്ഞു. 2 പേരെയോ 3 പേരെയോ പതുങ്ങിയിരുന്ന് കൊന്നുകളഞ്ഞു. അതുപോലെയൊക്കെ വരുന്നവർ അവൻ ആക്ച്വലി ഒരു വിക്റ്റിം കൂടിയാണ്. കാരണം ഇതിനൊരു അവസരം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവനെ പതുക്കെ കൈയൊക്കെ കെട്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ഹോമവും ഒക്കെ നടത്തി അതിൻ്റെ പേരിൽ ആ ഫാമിലി മുഴുവൻ ഇത് ചെയ്ത് ഒരേ സമയം ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു നിയമത്തിൻ്റെ വഴി വേണം. ഒരു നീതി സംഹിതയുടെ ഒരു മാർഗത്തിൽ കൂടെ അതിനെന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ബോധവൽക്കരണം എന്ന് ഒരുപാട് പറയുന്ന വാക്കാണെങ്കിലും നമുക്കെല്ലാം ഒരു കോഗ്നിറ്റീവ് മാപ്പുണ്ട്. ഒരു പരിസരത്തിനപ്പുറം ഉള്ളത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ സ്വീകരിക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് സ്വീകരിക്കത്തില്ല. അത് ഒരു വലിയ അതാണ് ഒരു മലയാളിക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം. ഒരു കാലത്തുണ്ടായിരുന്ന ലാളിത്യം, ജീവിതത്തിലുണ്ടായിരുന്ന ആർജവം, അതൊക്കെ നഷ്ടപ്പെട്ടു. എല്ലായിടത്തും ആഡംബരത്തിൻ്റെ പുറകെയും അർത്ഥശൂന്യമായ ചില ആഘോഷങ്ങളുടെ പുറകിലും ജീവിതം മുഴുവൻ ഒരു കാർണിവലായിട്ട് കാണുന്ന ഒരു ടെൻഡൻസി. അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും മെറ്റീരിയൽ ഗെയിൻസിന് വേണ്ടി, സാറ് പറഞ്ഞ പോലെ സാമ്പത്തിക നേട്ടം, അതിനൊക്കെ വേണ്ടിയും, അല്ലെങ്കിൽ ചില അതിൻ്റെ ഭാഗമായിട്ട് വാശി തീർക്കാനോ പക തീർക്കാനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പല പരിപ്രേക്ഷ്യത്തിൽ കൂടെ പല പദ്ധതികളുമായിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നു. പക്ഷേ അതിലൊരു വിധേയത്വമുണ്ട്, അതിൽ ഒരു കുറുക്കുവഴി തേടലുണ്ട്. കുറുക്കുവഴികൾ പൊതുവെ നമുക്കിഷ്ടമാണ്. ഇപ്പം മാഞ്ചിയം അല്ലേ, തേക്ക് മാഞ്ചിയം, അതൊരു കുറുക്ക് വഴിയാണ്. അതുപോലെ മറ്റൊരു ഇതാണ്. അവസാനം ഒരു വാക്കുകൂടെ, ഏറ്റവും ഭയങ്കരമായിട്ട് ഞാനൊരു മാനസിക രോഗികളുടെ ചികിത്സയും, പക്ഷേ എന്നെ പറ്റിയൊരു പരാതിയുള്ളത് ഞാനൊരു സോഫ്റ്റ് സൈക്കാട്രി കൂടുതൽ, അതായത് മാനസിക രോഗികളെന്ന് സാധാരണ നിലയിൽ വിളിക്കപ്പെടാത്ത ആളുകളുടെ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ അപഭ്രംശങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ ഒരു മാനസിക രോഗികളുടെ കുടുംബാംഗങ്ങളുമായിട്ടാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഒരു ക്രിറ്റിസിസം ഉണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നു, കാര്യം അവരാണിത് സഹിക്കുന്നവർ കൂടുതൽ. ഏതായാലും ഈ നോർമൽ സിയുടെ ലേബലോടുകൂടി, അതിൻ്റെ അനുഗ്രഹങ്ങളോടുകൂടി, അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് തണലിൽ നടത്തുന്ന ഒരുപാട് കൊച്ചു കൊച്ചു അപാകതകളും മലയാളിയുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. മധു എന്നൊരാളെ കേട്ടിട്ടുണ്ട്, അട്ടപ്പാടിയിൽ അടിച്ചു പോകുന്ന. അത് 4 വർഷം മുമ്പാണ് ആ സംഭവം കഴിഞ്ഞ് വല്ലാതെ ഒലച്ചു, നമ്മളെയൊക്കെ ഒരുപാട് ഒലച്ചു കേട്ടോ. ഒരു ദൂരദർശൻ്റെ ഒരു ചെറിയ ഡിസ്കഷനിൽ ഞാൻ പോയിരുന്നു. അതിൽ ഒരു 2 ആദിവാസി അമ്മമാർ വന്നിരുന്നു, അവരുടെ ഒപ്പമായിരുന്നു. ലിറ്ററലി ഐ വെപ്റ്റ് ഡ്യൂറിങ് ദി സെഷൻ, ഇൻ്റർവ്യൂ സെഷൻ ആസ് വെൽ ആസ് ആഫ്റ്റർവേഡ്സ്. 1.5 മണിക്കൂർ ദൂരദർശൻ്റെ വരാന്തയിൽ നിന്ന് അവരോടൊപ്പം നിന്ന് കുറേ കരഞ്ഞും കുറേ സങ്കടപ്പെട്ടും പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞും പോയതാണ്. കാര്യം ഇന്നും റിറ്റാലിയേറ്ററി അഗ്രഷൻ അഗൻസ്റ്റ് മെൻ്റൽ പേഷ്യൻസ്, അതിനൊരു നിയമം പാസ്സാക്കി എടുക്കണം. നിയമത്തിൻ്റെ ഒരു വഴിയിൽ പോക്സോ പോലെ ഒരു ലോ അതിന് വരണം സാർ. ബിക്കോസ് മെൻ്റൽ പേഷ്യൻ്റ് ഹൂ ഡസ് നോട്ട് നോ അബൌട്ട് എനിത്തിങ്, അവൻ പോയി അരി മോട്ടിച്ചതിന്, പലവ്യഞ്ജനം മോട്ടിച്ചതിന് അടിച്ചു കൊല്ലുന്നു, എന്ത് കുറ്റത്തിൻ്റെ പേരിലായ. പക്ഷെ അതിന് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പ്രൊഫഷനിൽ സൈക്യാട്രിസ്റ്റിൻ്റെ ഇന്ന് പോലും എനിക്ക്
വേണ്ടത്ര സപ്പോർട്ട് കിട്ടില്ല, ഞാൻ വീട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശ്രമം. അപ്പോൾ പല രീതിയിൽ നമുക്ക് വരുന്ന വിധേയത്വം, പല രീതിയിൽ നമുക്ക് വരുന്ന അന്ധതകൾ, നമുക്ക് ജീവിതത്തിലെ പുരോഗതിക്ക് കഴിയുന്ന അക്ഷമകൾ, ഇതെല്ലാം കൂടെ നമ്മൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. സൊല്യൂഷൻ പറഞ്ഞാൽ ഇപ്പം നിലീന എന്നോട് പിണങ്ങും, ഞാൻ സമയം പാലിക്കുന്ന ആളായതുകൊണ്ട് അതവിടെ നിർത്തിയിട്ട് ഞാൻ മൈക്ക് സുനീലയ്ക്ക് കൊടുക്കുന്നു. സർ, ഹേമചന്ദ്രൻ സാറിനോടാണ്. നമ്മുടെ ഈ സ്റ്റോക്കിംഗ് കൊലപാതകങ്ങളുണ്ടല്ലോ, ഇപ്പം വളരെയധികം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതിനൊരു മലയാളം വാക്ക് പോലും ഇല്ല. പലപ്പോഴും പ്രണയക്കൊല എന്നൊക്കെ പറയണം, അതിലൊരു രാഷ്ട്രീയത ഉണ്ട്. പ്രണയം കൊണ്ട് കൊല്ലുക എന്ന് പറയുന്നില്ല, ശരിക്കും സ്റ്റോക്കിംഗ് ഡെത്തുകളാണല്ലോ അതൊക്കെ. അത് ഈ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ നമുക്ക് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികളെയൊക്കെ തീ കൊളുത്തിയും കത്തി കൊണ്ട് കുത്തിക്കൊന്നതായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പം ഇതിൽ കൂടുതൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൺകുട്ടികളെ കാണുന്നുണ്ട്. ഈ പ്രണയം അല്ലെങ്കിൽ പക എന്ന് പറയുന്നത് ഒരു ക്രൈം ആവുന്ന രീതിയിലേക്ക് ആംപ്ലിഫൈ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് കൃത്യമായിട്ടും നമ്മുടെ കുടുംബങ്ങൾ വളരെ പാട്രിയാർക്കലായതും, സ്ത്രീ നമ്മുടെ സ്വന്തമാണ്, അല്ലെങ്കിൽ പ്രണയിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരാളാണ് പെൺകുട്ടികൾ എന്നുള്ള ആൺകുട്ടികളുടെ ഒരു ചിന്താധാരയിൽ നിന്ന് തന്നെയാണോ ഇതുണ്ടായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഒരു സാമൂഹിക ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് തോന്നുന്നു, പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ വളർത്തുന്ന രീതിയുമായി ബന്ധപ്പെടുത്തി. എനിക്ക് തോന്നുന്നു പ്രണയത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ 1-2 കാര്യങ്ങളോട് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ലോക സാഹചര്യം എടുത്താലും ഇന്ത്യയുടെ ദേശീയ സാഹചര്യം എടുത്താലും വളരെ സങ്കുചിതമായ ആശയങ്ങൾ ലോക രാഷ്ട്രീയത്തെയും ദേശീയ പ്രാദേശിക തലത്തിലുമൊക്കെ നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഹത്തായ ആശയങ്ങളല്ല പലപ്പോഴും. ഇപ്പം മതത്തെ പറ്റിയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വ്യത്യസ്ത മതസ്ഥർ സന്തുലിതാവസ്ഥയിൽ കഴിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ തന്നെ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും സങ്കുചിതമായ വീക്ഷണങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ച് മനുഷ്യ സമൂഹത്തെ വേർതിരിവിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി പല കാരണങ്ങൾ കൊണ്ടും നേരത്തെ ശ്രീ ജോണി സൂചിപ്പിച്ചതുപോലെ ഒരുതരം ഉന്മാദാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇത് നമ്മൾ ഗൗരവമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ അടുത്തിടെ മലയാളിയെക്കുറിച്ച് എഴുത്തുകാരൻ സക്കറിയ നടത്തിയ ഒരു നിരീക്ഷണത്തിലും അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കേരളം ദീർഘകാലമായി ആർജിച്ചെടുത്ത ഈ വ്യത്യസ്ത മതസ്ഥർ തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരുമയോടുകൂടി പോകുവാനുള്ള ആ ഒരു സാഹചര്യത്തിന് വിഘാതമാകുന്ന ഒരവസ്ഥ, ഈ മതത്തിൻ്റെ പൊതു എലിമെൻറ്റ് എങ്ങനെ സഹവർത്തിത്വത്തോടു കൂടി സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഉതകണം എന്നതിനപ്പുറം കടന്ന് അതിൻ്റെ എങ്ങനെ മനുഷ്യനെയും തമ്മിൽ അകറ്റാം. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ സങ്കല്പമുണ്ട്, എല്ലാ മതങ്ങളും കാലാനുസൃതമായി വ്യാഖ്യാനിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്ന തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് വിപരീതമായി മനുഷ്യനെയും തമ്മിലുള്ള വ്യത്യാസം അകറ്റുന്ന അല്ലെങ്കിൽ ശത്രുപക്ഷത്താക്കുന്ന രീതിയിലുള്ള ഇടുങ്ങിയ സങ്കുചിതമായ അജണ്ട നമ്മുടെ രാജ്യത്തും ലോകത്ത് പല സമൂഹത്തിലും ഇത് വളർന്നു വരുന്ന, അത് നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരായ പ്രതിരോധം മനുഷ്യൻ്റെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ഗവേണൻസ് അറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പണ്ട് ബിൽ ഗേറ്റ്സ് പറഞ്ഞു. പക്ഷേ ഈ സങ്കുചിതവാദികളാണ് അവരുടെ ആശയങ്ങൾ പ്രകാശവേഗതയിൽ പരത്തുന്നത്. ഇപ്പോൾ ലോക ഭീകര പ്രവർത്തനങ്ങൾ തന്നെ, അമേരിക്ക ഇറാഖിനെ ബോംബ് ചെയ്ത് അതിനെ തുടർന്നുണ്ടാകുന്ന ഭീകര പ്രവർത്തനങ്ങൾ തന്നെ, ഇപ്പോൾ IS പോലുള്ള പ്രസ്ഥാനങ്ങൾ തന്നെ, അവർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ കേരളത്തിലുമൊക്കെ വളർന്നു വരുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഇത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ചെയ്യുന്നതല്ല, എല്ലാ വിഭാഗങ്ങളും
പല വിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരായ ജാഗ്രത എങ്ങനെ നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കേണ്ടതുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രണയവും അതുമായി ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തും പ്രണയമുണ്ടായിരുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട മോഹഭംഗങ്ങളും അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ പ്രതിഷേധ രീതികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ വന്ന ഒരു പഴയകാല പ്രണയം ഒരു പുസ്തകത്തിൽ, ആ കഥയിൽ ഞാൻ വായിക്കുകയുണ്ടായി. ലീലാവതി ടീച്ചർ ധ്വനിപ്രകാരം എന്ന് പറഞ്ഞെഴുതിയ അവരുടെ ആത്മകഥയിൽ മഹാരാജാസ് കോളേജിൽ അവർ പഠിക്കുന്ന കാലത്ത്, പിൽക്കാലത്ത് അവിടെ തന്നെ പഠിച്ച ഒരു സി.പി. മേനോൻ അദ്ദേഹത്തെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും ഒരു മാഗസിൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരസ്പരം അറിയുന്നു, പരസ്പരം ആകൃഷ്ടരാകുന്നു. കോളേജ് വിദ്യാഭ്യാസം അവസാനിച്ച് പോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് കാണണമെന്ന് പുരുഷൻ, യുവാവ് ടീച്ചറോട് പറയുന്നു. ഇത് അപകടമാണ്, എൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രണയത്തിലോട്ടും വിവാഹത്തിലോട്ടുമൊക്കെ വീഴാനുള്ള സാഹചര്യമല്ല എന്ന് പറഞ്ഞ് ഈ കാമുകനോട്, ഭാവി ഭർത്താവ് വിവരം അറിയിക്കാതെ ടീച്ചർ അവിടെ വിട്ടുപോകുന്നു. പിന്നീട് ഇദ്ദേഹം ജോലി തേടി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ ബന്ധം, അന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ബന്ധം നിലനിൽക്കുന്നു. അവസാനം ഒരു നീണ്ട കഥ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 4-5 വർഷം കഴിഞ്ഞ് ടീച്ചറിനും ഇതിനോട് അനുകൂലമായൊരു സമീപനം എടുക്കാവുന്ന ഘട്ടം എത്തുമ്പോൾ, ജീവിതഘട്ടം എത്തുമ്പോൾ അവർ തമ്മിലും ഒരുമിക്കുന്നു. അതും പ്രണയത്തിൻ്റെ ഒരു മാതൃകയാണ്. ഒരുപക്ഷെ ഇന്നാണെങ്കിൽ നമ്മൾ ചുറ്റും കണ്ടുപെടുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരത്തിൽ, ഈ പ്രകാശവേഗതയിൽ എവിടെയോ വെച്ച് കണ്ടു, കലാലയത്തിലാകാം, ബസ് സ്റ്റാൻഡിലാകാം, ഉണ്ടാകുന്ന സൗഹൃദം, ഫോൺ നമ്പർ എക്സ്ചേഞ്ച്, മെസ്സേജ്, ഇതിലൂടെ. കാരണം ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിവേഗം, വളരെ ഇമ്പൾസീവായി, നൈമിഷികമായി കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ പായുന്നു, ഇതിലൂടെ അടുപ്പമെന്ന് തോന്നുന്നു. അത് അടുപ്പം അകൽച്ചയായി വരുന്നതിന് അധികം സമയം വേണ്ട. പലപ്പോഴും ഇതൊന്നും റിഫ്ലക്റ്റ് ചെയ്യുവാനുള്ള, ഈ പരസ്പരമുണ്ടാകുന്ന ബന്ധത്തെ, ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാനും റിഫ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ അത് എളുപ്പത്തിൽ പകയാകും. പിന്നെ പലപ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ച്, ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അടുപ്പമെന്ന് പറയുന്നത് അത് വെറും ശാരീരികമായിട്ടുള്ള, ബാഹ്യമായിട്ടുള്ള, മെറ്റീരിയൽ പൊസഷൻ എന്ന നിലയിലുള്ള ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള അടുപ്പവുമാകാം. ഞാൻ ഈ ടി പത്മനാഭൻ്റെ ഒരു കഥയിൽ, പ്രസിദ്ധമായൊരു കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാമുകന്മാർ അടുത്ത് നിൽക്കുമ്പോൾ ശരീരമില്ലാത്ത 2 ആത്മാക്കളായിരുന്നു അവർ. എന്നെ വളരെ ആകർഷിച്ച ഒരു വാചകമാണ്. പല ബന്ധങ്ങളിലും ഇന്ന് ഞാൻ ഇടപെട്ടെ. ഈ അടുപ്പെന്ന് പറയുന്നത് ആഴത്തിലുള്ളതോ ആഴത്തിലില്ലാത്തതോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അപ്പോഴും ഇവിടെ മറ്റേ ആൾക്ക് ആ പെൺകുട്ടികളെ കൊല്ലുക എന്നുള്ളൊരു ചിന്ത രൂപപ്പെടുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഉപരിപ്ലവമായ ബന്ധമാകുമ്പോൾ ആ ബന്ധത്തിന് വിഘാതമുണ്ടാകുന്നത് അത് പ്രതികാര ബുദ്ധിയിലേക്കും, ആ പ്രതികാര ബുദ്ധി കാരണം നമ്മൾ പുതിയ ആധുനിക കാലത്തിൻ്റെ ഡിജിറ്റൽ ലോകത്തിൻ്റെ സവിശേഷത പ്രതികാരത്തിലെ ജെൻഡർ വർക്കൗട്ട് ചെയ്യുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നിശ്ചയമായും നിലീന സൂചിപ്പിച്ച നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന, താങ്കൾ സൂചിപ്പിച്ച ആ ആനിമൽ സിനിമ ഞാനും കണ്ടു. ആ സിനിമയിൽ അത് മിസോജിനിസത്തിൻ്റെ പേരിലാണ് വളരെ കുപ്രസിദ്ധമായത്. ആ ഒരു എലിമെൻ്റ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഈ അതിവേഗം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ആശയവിനിമയത്തിൽ രൂപപ്പെട്ടു വരുന്ന ആ ബന്ധം, അതിൻ്റെ സ്വഭാവം മാറുന്നതോടൊപ്പം അതിനെ ഈ പാട്രിയാർക്കിയും എല്ലാം കൂടി ചേരുമ്പോൾ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അതിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം നേരത്തെ കുമാർ സാറ് മധുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ വെറും ഒരു എന്താ പറയുക, ഒരു ആൾക്കൂട്ട കൊല എന്നുള്ളതിൽ അപ്പുറത്തേക്ക് അതിലൊരു ശരിക്കും ജാതി അതിൽ ഒരു ഘടകം തന്നെയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ, ജോണി സാറിനോടാണ് ഈ ചോദ്യം, നമ്മുടെ സമൂഹത്തിൽ ഒരു ജാതി വാലുകൾ ഇപ്പം കൂടുതലായിട്ട് വെക്കുന്ന ഒരു പ്രവണതകൾ വരുന്നുണ്ട്.
അതുപോലെ തന്നെ ജാതി ബോധം വളരെ പ്രകടമായിട്ട് പല ഇടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ബ്രാഹ്മണനായി ജനിച്ചിരുന്നെങ്കിൽ എന്നുള്ള പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. അത് വളരെയധികം സാധാരണവൽക്കരിക്കപ്പെടുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പം അവിടെയൊക്കെ ജാതിവാലുകൾ അവരുടെ പേരിനോടൊപ്പം വെക്കുന്നത് ശരിക്കും കുറഞ്ഞു വരികയാണ്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിലാണെങ്കിൽ അവർ കൂടുക ചെയ്യുന്നത്. അതുപോലെ തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ നടീനടന്മാരൊക്കെ ഈ ജാതിവാലുകൾ വെക്കുന്ന ഒരു പ്രവണത കൂടിയിട്ടുണ്ട്. ഈ ജാതിവാലുകളുടെ തിരിച്ചുവരവിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനോടൊപ്പം ഒരു ഉപചോദ്യം കൂടിയുണ്ട്. ഈ ജാതിവാലുകൾ ഇത്രയധികം വിസിബിൾ ആവുന്നത് ദളിത് ആദിവാസി സമൂഹത്തിൻ്റെ മാനസികാരോഗ്യത്തിനെയും അവരുടെ ഒരു കോൺഫിഡൻസിനെയൊക്കെ ഏത് തരത്തിലാണ് ബാധിക്കുക? വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഒരു സാമൂഹിക വിപത്തിൻ്റെ ചെറിയ ചില പ്രകാശനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ബ്രാഹ്മണനായി ജനിക്കുവാൻ മോഹിക്കുന്ന ഒരാൾ, ഒരു സാമൂഹിക സാക്ഷരതയില്ലാത്ത ഒരു വളരെ പോപ്പുലറായ ഒരാൾ നടത്തിയ ഒരു സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. അതൊരു പൊട്ടൻ പറഞ്ഞതായി അവഗണിക്കാമെങ്കിലും അതൊരു ഐഡിയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ദളിതനൊന്നുമല്ലാത്ത ഉയർന്ന ജാതിശ്രേണിയിലെ ഉയർന്ന ഘട്ടത്തിൽ നിലയിലുള്ള ഒരാളാണത് പറയുന്നത്. അയാൾക്ക് പോലും അയാളെക്കാളും മുകളിലുള്ള ബ്രാഹ്മണനാകണം എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ ഒരു ഐഡിയോളജിക്കൽ ഒരു സ്ട്രാറ്റജി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അയാളേക്കാൾ കീഴക്കിടയിലുള്ളവരാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും. അവരിൽ അബോധമായ ഒരു അപകർഷത സൃഷ്ടിക്കാനും ഈ വരേണ്യത, ഈ സോക്കോൾഡ് വരേണ്യതയാണ് യഥാർത്ഥത്തിൽ നാം കാക്ഷിക്കേണ്ടതും നാം ആരാധിക്കേണ്ടതും നാം സ്തുതിക്കേണ്ടതുമായിട്ടുള്ള ഒരു ക്രമം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ നേരത്തെ ഈ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള സംഗതികളൊക്കെ സിനിമയിലൂടെ മാത്രം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ വീടുകളിൽ അതാണ് ഉണ്ടാക്കുന്നത്. വീടുകളിൽ അച്ഛനമ്മയും വെറുതെ പറയുന്നതല്ല, അവർ ഈ കുട്ടികളെ സാത്വികരായി വളർത്തുക എന്ന അതിമോഹത്താൽ പഠിപ്പിക്കുന്ന ഈ മതവിദ്യാഭ്യാസമാണ് അവരെ ഈ വിവേചനങ്ങൾക്കും ഈ അസമത്വങ്ങളുടെയും എല്ലാം അതിനെല്ലാം സാധൂകരണവും അത് നല്ലതാണെന്നും അതാണ് പുരുഷന്മാർ പാലിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്നത് ഈ മതങ്ങളല്ലേ? ഏത് മതത്തിലാണ്, ബുദ്ധിസത്തിൽ ഒഴിച്ചാൽ ഏത് മതത്തിലാണ് സ്ത്രീ ഒരു ശരീരം മാത്രമല്ല, അതിന് ചിന്തിക്കുകയും വേദനിക്കുകയും വിചാരപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു മനസ്സുള്ള ഒരു ജന്തുവാണ് ഈ സ്ത്രീ എന്ന് ഏത് മതമാണ് പഠിപ്പിക്കുന്നത്? അപ്പം മതവിദ്യാഭ്യാസം ലഭിച്ച രക്ഷിതാക്കൾ ഈ മതവിദ്യാഭ്യാസത്തിലൂടെ ഈ കുട്ടികളെ ക്രിമിനലുകളാക്കുന്നു, സാമൂഹിക വിരുദ്ധരാക്കുന്നു, സാത്വികരാക്കുകയാണ് എന്ന ഭാവേന. അത്തരം ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് കുമ്പിടുന്ന ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടാകുന്നത്. അത്തരം ആളുകളുള്ള സമൂഹത്തിലാണ് ഈ അദ്ഭുത രോഗശാന്തി ശുശ്രൂഷകളുടെയൊക്കെ ഭാഗമായിട്ട് മനോരോഗികൾ കൂടുകയാണ്. ഇവരെല്ലാം എന്താണ് വാസ്തവത്തിൽ ഇവിടെ കേരളയിലും നാലുവരിപ്പാതയും പാലങ്ങളും ഒന്നും അല്ല വേണ്ടത്. ഇവിടെ മനോരോഗാശുപത്രി ഡോക്ടർ കുമാറിനെ പോലുള്ള 10,000-കണക്കിന് ഡോക്ടർമാരെ ഇറക്കുമതി ചെയ്ത് ചികിത്സിക്കേണ്ടുന്ന ഒരു സമൂഹമായി കേരളത്തെ മാറ്റുന്നത് വലിയ പൊളിറ്റിക്കൽ അജണ്ടയുടെ കൂടെ ഭാഗമാണ്. ഇതൊന്നും മതത്തിൻ്റെ മാത്രം താല്പര്യമല്ല. മതങ്ങളെ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയാധികാരം ഉറപ്പിക്കുവാൻ വേണ്ടി ഈ മതസ്ഥാപനങ്ങളെ നിലനിർത്തുന്ന ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജിയും എല്ലാം ചേർന്ന സങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന കൊണ്ടാടപ്പെടുന്ന ആൾ ദൈവങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ മീഡിയ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ മീഡിയയും ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല മലയാളികൾക്ക് എക്കാലവും ലജ്ജിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതിപീഠം പുറപ്പെടുവിച്ച ഒരു ആത്യന്തിക വിധി തീർപ്പ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന വിധി തീർപ്പുണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മതഭ്രാന്തി ഇളക്കി വിട്ട് കാത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ ആ വിധിക്കെതിരെ തെരുവിൽ കലാപം അഴിച്ചു വിട്ടപ്പോൾ ഈ കലാപം നമ്മുടെ ഭരണഘടനയ്ക്കും
നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ വിധി ലംഘിക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടനയെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത് എന്ന് മുഖപ്രസംഗം എഴുതാൻ തൊട്ടതിനും പിടിച്ചതിനും പിന്നെ കുവൈറ്റിലെയും മറ്റുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് മുഖപ്രസംഗം എഴുതുന്ന നമ്മുടെ പിന്നെ വൻകിട പത്രങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ. ഭരണഘടനയെ ആരാണ് വെല്ലുവിളിക്കുന്നത്? ഭരണാധികാരികൾ മാത്രമല്ല, ഭരണാധികാരികളുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും മതങ്ങൾ വെല്ലുവിളിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ വെല്ലുവിളിക്കുന്നത് ആരാണ്? ഭരണഘടന നൽകുന്ന സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നതിൽ മതങ്ങളും ഉൾപ്പെടുന്നില്ലേ? ഇവിടുത്തെ മാധ്യമങ്ങളും ഈ മതങ്ങളോടൊപ്പമല്ലേ? വ്യക്തമാണ്. എനിക്ക് സമയം കൂടുതൽ പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലതും. അത് മാത്രമല്ല, ഇനി 5 മിനിറ്റ് കൊണ്ട് പ്രേക്ഷകരുടെ അടുത്തും കൂടി കാണികളുടെ അടുത്തുനിന്നുകൂടി നമുക്ക് ചോദ്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുമാർ സാറിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കൺസ്യൂമറിസത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കൺസ്യൂമറിസം വാങ്ങൽ മാത്രമല്ല, വാങ്ങുന്നതിലൊരു പ്രകടനപരതയും കൂടി ഉണ്ട്. അത് നമുക്കൊരു സോഷ്യൽ മീഡിയകൾ അതിനൊരു വലിയൊരു മാധ്യമമാവുന്നുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ വാങ്ങാൻ ശേഷിയില്ലാത്തവരെയും കൂടി അവരുടെ മാനസികാരോഗ്യത്തിനും കൂടി ബാധിക്കുകയാണോ ചെയ്യുന്നത്? അതോ ഇന്നയാൾക്കും കൂടി വാങ്ങാൻ പറ്റുമെങ്കിൽ എനിക്കും കൂടി പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു തുല്യതാ മനോഭാവമാണോ ഈ സാമൂഹിക മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത്? അതൊന്നും ഞാൻ ചുരുക്കി പറയാം, കാരണം ഈ സെഷൻ തീരാറായിരിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, ഹേമേന്ദ്രൻ സാറ് പറഞ്ഞ അത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒന്നാണ്. ഈ നമ്മുടെ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടോട്ടൽ മൈൻഡ് സെറ്റ് ക്ഷണികമായിരിക്കുകയാണ്. ഇറ്റ് ഈസ് ബിക്കം പാർട്ടിക്കുലേറ്റ് എന്നാണ് പറയുക. ഒന്ന്, പെട്ടെന്ന് വരുന്ന ഒരു അനുഭവം. രണ്ടാമത്, പെട്ടെന്ന് തന്നെ പൊലിഞ്ഞു പോകുന്ന ഒരു അനുഭവം. അതിലായിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഒന്നിനെ പറ്റിയും ഒരു ചിന്താശക്തിയോടെ, ഒരു വീണ്ടു വിചാരത്തോടെ ചിന്തിക്കാനുള്ള ഒരു നിന്ന് പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറ മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് സൃഷ്ടിക്കുന്ന പ്രതിഫലനങ്ങൾ പ്രണയത്തിലുണ്ട്, കൊലപാതകത്തിലുണ്ട്, സംഘടിത പ്രവർത്തനങ്ങളിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുണ്ട്. ഞാൻ സമയം ചുരുക്കം കൊണ്ട് പറയുന്നില്ല. അനന്തമൂർത്തി സാറുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു. ഈ കേരളത്തിൽ ടെലിവിഷൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച് പുരപ്പുറത്ത് കയറി ചാടിയ ഒരുത്തനാണ് ഞാൻ. എല്ലാം ഒരു ദൃശ്യ മനോഹാരിതയോടെ നമ്മുടെ മുമ്പിലെത്തും. അന്ന് അനന്തമൂർത്തി സാർ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ അവിടെ ഇരിക്കും ഡോക്ടറെ, കുറച്ച് നാൾ അത് കഴിയുമ്പം നമ്മൾ സാഹിത്യത്തിൽ നിന്നും കവിതയിൽ നിന്നും സംസ്കാരത്തിൻ്റെ എല്ലാ ചുവടുകളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ എന്തിൻ്റെയും ആന്തരികതയിലേക്ക് പോകാനുള്ള ഒരു കഴിവ്, അതിനെ മനസ്സിൽ നിർത്തി മനനം ചെയ്യാനുള്ള ഒരു കഴിവ് പോകും എന്ന് ഒരു പ്രോഫറ്റിക് വേർഡ്സ് ആയിരുന്നു. ഇത് ആക്ച്വലി കോട്ടയത്ത് വെച്ച് രാജകൃഷ്ണനും ഞാനും സാറും ഒക്കെ കൂടെ ഉള്ള ഒരു മീറ്റിങ്ങിൽ തന്നെ ഞങ്ങളിത് ഒരുപാട് ഡിസ്കസ് ചെയ്തു. പിന്നെ പല ഘട്ടത്തിലായിട്ട് ഐ ഹാഡ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം. അതൊരു ഈ ക്ഷണികത സാറ് പറഞ്ഞത് ഇതൊരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ ആണ്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ചൈൽഡിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവൻ മാർക്ക് വാങ്ങിക്കാത്തതല്ല, അവൻ്റെ ശീലങ്ങളല്ല, അവന് ക്ഷണികമല്ലാത്ത ഒരു പെർസ്പെക്റ്റീവ് അവന് ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം അവൻ്റെ ഏജിൽ ഞാൻ ഈ ക്ലാസിക്സൊക്കെ വായിച്ച് അല്ലെങ്കിൽ അല്ലാതുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ പോലും ഇരുന്ന് ആലോചിക്കുമായിരുന്നു. ശബ്ദിക്കുന്ന കലപ്പ വായിച്ച് ഞാൻ 2 ആഴ്ച ആഹാരം കഴിക്കാൻ പോലും വിഷമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോവുകയാണ്. അത് നടുന്ന ഒരു ജീവിതത്തിൻ്റെ എന്തും അപ്പോഴങ്ങ് ചെയ്യുക, കോൺസിക്വൻസ് വരികയില്ല. രണ്ടാമതിപ്പോൾ നിലീന പറഞ്ഞ ഇത് പ്രകടനപരത, വാസ്തവത്തിൽ നമ്മൾ പൊതുവേ ഓൾ ഓവർ ദി വേൾഡ് അത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്നുള്ളതിന് യാതൊരു സംശയവും. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള സോക്കാൾഡ് സോഷ്യലിസ്റ്റ് കൺട്രീസിലുമാണ്. കാരണം ആ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് നാം എല്ലാവരും റാമ്പിൽ നടക്കുകയാണ്. വി ആർ ഓൾ ഇൻ എ പെഡസ്റ്റൽ. ശരിക്കും നാം എന്താണ്, ഞാൻ എന്താണെന്നുള്ളതല്ല, എന്നെപ്പറ്റി ഇപ്പോൾ ജോണി സാർ എന്ത്, ഓക്കെ ജോണി എന്ത് പറയും, ഹേമേന്ദ്രൻ സാർ എന്ത് പറയായിരിക്കും എന്നുള്ളതിലാണ് എൻ്റെ ചിന്ത. ദാറ്റ് മേക്സ് മീ അതിനെയാണ് ഞങ്ങൾ ഒരു ആസിഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആസിഫ് അവർ എന്തൊക്കെയാണ് എന്നെപ്പറ്റി വിചാരിക്കുന്ന അതാകാനുള്ള ഒരു ത്വര. അത് കൺസ്യൂമറിസിൽ ഭയങ്കരമായിട്ടുണ്ട്. ഒരാവശ്യമില്ലാത്ത സാധനമായാലും നമ്മൾ വായിക്കുമ്പം അതിൽ കിട്ടുന്ന ആ ഒരു സംതൃപ്തി, അതിൽ നേടുന്ന ഒരു സാക്ഷാത്കാരം. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് എനിക്ക് ഈ ഇന്നത്തെ ചർച്ചയിൽ, ഈ സൈക്കാട്രിസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുന്നവരാണ്. അപ്പോൾ ലിസൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ 2 പ്രധാന ഈ നമ്മുടെ ചിന്താഗതിയിൽ വന്നിരിക്കുന്ന ഈ ക്ഷണികത, രണ്ടാമത് നമുക്ക് വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു പെഡസ്റ്റൽ ഫീൽ, ഒരു റാമ്പ് ഫീലിംഗ് ആണ്. ഈ
സാരി ഉടുത്തും ഡ്രസ്സിട്ടും നടക്കുന്നവർ മാത്രമല്ല, നമ്മളിൽ മിക്കവരും ഇന്ന് ജീവിതത്തിലെ ഒരു റാമ്പിൽ നടക്കും പോലെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇതെല്ലാ സൊസൈറ്റിയിലും ഉണ്ടായിരുന്നെങ്കിലും അതിനെ ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ആയിട്ട്, ഒരു കളക്റ്റീവ് ആക്ടിവിറ്റി ആയിട്ട് വളർത്തിയെടുത്തത് ഈ കാലഘട്ടമാണ്. അത് എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസമാണ് അതിന് വേണ്ടത്. പക്ഷേ ആ 4 അക്ഷരവും 4 സ്ഥലത്ത് കിടക്കുകയാണ്. വിദ്യാഭ്യാസം 4 കിടക്കുകയാണ്. ഇത് തിരികെ പിടിക്കാൻ നമുക്ക് പറ്റില്ല. കുടുംബങ്ങൾ പോയി, കുടുംബജീവിതം പോയി എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചാണ്. പക്ഷേ അത് ഒരു വലിയ ടാസ്ക്കാണ്. ഈ പാവം സൈക്കാട്രിസ്റ്റ് മാത്രം വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിലേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റില്ല. അതിൽ തന്നെ പല ലെയേഴ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ തോന്നും. സാറേ, ഇപ്പോൾ ജോണി സാർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. മലയാളിയുടെ മനോനില തെറ്റിയതിൻ്റെ മുഖ്യമായ കാരണം മതമാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. മതമാണോ അതേ മതത്തെ മനസ്സിലാക്കിയതാണോ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. സാറ് പറഞ്ഞത് ഇപ്പോൾ പോക്സോ പോലെ ഒരു നിയമം ഈ മാനസിക നില തെറ്റിയ ആൾക്കാരെ എന്തെങ്കിലും മർദ്ദിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നാൽ വരണം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരുടെയും ഒരു രക്ഷാമാർഗം എന്ന് പറയുന്നത് മനോനില തെറ്റിയതെന്ന് തെളിയിക്കുക ആയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പോക്സോ ഒരുപാട് രീതിയിനകത്ത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്, ഉപയോഗവും ഉള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ ദുരുപയോഗപ്പെടുത്തുവാൻ ഇപ്പോൾ തന്നെ ഈ നിയമത്തിൽ മനോനില തെറ്റിയവർ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഭീകരമായ കുറ്റവാളികളെ നമ്മൾ ഒരു ദിവസം കാണും, അവർ ഏറ്റവും വലിയ കുറ്റവാളികളെന്ന് കാണും. പിറ്റേ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ മനോനില തെറ്റിയവരാണെന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് അവരതിൽ നിന്നും മോചനം തേടി പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഹേമേന്ദ്രൻ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും അതും ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളവരാണ് മലയാളികൾ. ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഈ മലയാളിയെ തന്നെയാണ് ഇപ്പം മനോനില തെറ്റിയ മലയാളി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ സംഗതികളെല്ലാം ഇത് മലയാളിയെ തന്നെയാണോ ബാധിക്കുന്നത്, മറ്റ് സമൂഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടോ? അതിൽ ഇപ്പോൾ സാറ് പറഞ്ഞ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭീകരതയിലാണ് നമ്മുടെ രാജ്യവും ബാക്കിയുള്ള സ്ഥലങ്ങളുമെല്ലാം. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ മലയാളിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അതായത് ഈ ഇതുപോലുള്ള സാറിനോടും മറ്റുള്ളവരോടും ഉള്ള ഒരു ചോദ്യത്തിൻ്റെ രീതിയിലാണ് ഞാൻ സംസാരിച്ചതെന്നുള്ളതാണ്. വളരെ ഉപയോഗപ്രദമായ ഈ സെഷന് എല്ലാവിധ നന്ദി അർപ്പിക്കുന്നു. വളരെ ചുരുക്കി ഞാൻ പറയാം. ഒന്ന്, ഈ ഡിഫെൻസ് ഓഫ് ഇൻസാനിറ്റി അതത്ര എളുപ്പമല്ല കേട്ടോ. അത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു ഭയങ്കര ആക്ടിവിറ്റിയാണ്. ആക്ച്വലി ഈ ന്യായ സംഹിത ഇറക്കിയപ്പോൾ ഞാൻ വലിയ ഹൈക്കോടതി ജഡ്ജിമാരായി റിട്ടയർ ചെയ്തവരും ജൂറിസ്റ്റുകളോട് ചോദിച്ചു, ഈ സെക്ഷൻ 84 എങ്ങനെയാണ് ന്യായ സംഹിതയിൽ ഉണ്ടോ? ഉണ്ടായിരിക്കും, കാരണം അതിനെ കളയാൻ പറ്റത്തില്ല. അതായത് ഇൻസാനിറ്റി ഡിഫെൻസാണ്. പക്ഷേ അത് പ്രൂവ് ചെയ്യാനും ഒക്കെ അത് പക്ഷേ ഇൻവേരിയബിളി നമ്മളൊരു വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങേരെ ക്ലാസ് ഇടും. അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരുണ്ട്, ആലോചിച്ച് മാത്രം കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്ത ധാരാളം പേരുണ്ട്. ഞാനൊരു 150-200 കേസിൽ ഞാൻ ഇടുക്കി കോട്ടയം ജില്ലയിൽ മുഴുവൻ ഇറങ്ങി കോടതിയുടെ പോയി. എൻ്റെ ഒരു പുസ്തകവും സമീപകാലത്ത് വരുന്നുണ്ട്, മനസ്സിലെ കുറ്റങ്ങൾ എന്ന് പറഞ്ഞ്, ക്രിമിനാലിറ്റി ഓഫ് മെൻ്റൽ ഹെൽത്ത്. ദി സെക്കൻഡ് പാർട്ട്, വെദർ ഈ മലയാളിയുടെ മനോനില തെറ്റിയതുപോലെ മറ്റുള്ളവൻ്റെയും തെറ്റിയിട്ടുണ്ടോയെന്ന് ഉണ്ടായിരിക്കും കേട്ടോ. ഒരു ചെറിയ കാര്യം പറയാം. എനിക്ക് ബാബു പോൾ സാർ എനിക്കൊരു വലിയൊരു അടുപ്പമായിരുന്നു. അടുപ്പമെന്ന് വെച്ചാൽ ഫോണിൽ കൂടെയാണ് കൂടുതൽ അടുപ്പം. അപ്പോൾ ഞാൻ എപ്പോഴും സാറിൻ്റെ കൂടെ മലയാളി ശരിയാവുന്നില്ലല്ലോ സാറേ, ഓരോ കാര്യങ്ങളും കുനിഷ്ടും ഒരു കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായിക്കത്തില്ല, ഒന്നുമില്ല. അപ്പം ബാബു പോൾ സാർ പറഞ്ഞു, കുമാറേ, ഒരു ക്രൈസിസ് വരുമ്പോൾ നോക്കിക്കുമെന്ന്. 2018 എനിക്കൊരു രോഗാവസ്ഥ വന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ വെള്ളപ്പൊക്കം വന്നത്. എന്നും ബാബു പോൾ സാർ വിളിക്കും, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഈ വെള്ളപ്പൊക്കത്തിൽ ഇത്രയും ആളുകളെ സേവ് ചെയ്തത് മലയാളിയാണ്. ഇത് ഒരു സത്യമാണ്. പക്ഷേ സാമാന്യ ജീവിതത്തിൻ്റെ സാമാന്യ ചര്യകളിൽ നമുക്ക് ഒരുപാട് ഈ പ്രകടനപരതയുണ്ട്, ഈ ക്ഷണികതയുണ്ട്, കുറുക്കു വഴികൾ തേടുന്നതുമുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഇത്. അടുത്ത സെഷൻ തുടങ്ങാനുള്ള സമയമായി. പക്ഷേ അതെ അപ്പം ശരി. അപ്പം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
Thank you.